സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം വായനയെ വളർത്തുകയും തളർത്തുകയും ചെയ്യുന്ന രണ്ട് അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഇന്നത്തെ കാലത്ത് യുവജനങ്ങൾക്കിടയിൽ യുവതലമുറയ്ക്കിടയിൽ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും കൂടുതൽ വായനയെ വളർത്തുന്നത്. ജൂൺ 19 ദേശീയ വായനാ ദിനാഘോഷത്തിൽ വായനയെ ഇഷ്ടപ്പെടുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും വേണ്ടി തിരൂർ ബോയ്സ് സ്കൂൾ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ. ഒരു സ്കൂൾ ലൈബ്രറിയെ പബ്ലിക് ലൈബ്രറിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ബോയ്സ് സ്കൂൾ ലൈബ്രറി പബ്ലിക് ലൈബ്രറിയായി പുറത്തുള്ളവർക്കും തുറന്നുകൊടുത്തത്. ഡൊണേറ്റഡ് പബ്ലിക് ലൈബ്രറി എന്നാണ് ഇതിന്റെ പേര്. സർക്കാർ നൽകാത്ത പുസ്തകങ്ങൾ ഡൊണേഷൻ വഴി സ്വീകരിച്ചാണ് ഇവിടെ പബ്ലിക് ലൈബ്രറി ഓപ്പൺ ചെയ്തത്. ഈ പുസ്തകങ്ങളാണ് പൊതുജനങ്ങൾക്കായി നൽകുന്നതും. പുസ്തകങ്ങൾ തേടി ലൈബ്രറിയിലെത്തുന്നവർ ഏറെയും അന്വേഷിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന പുസ്തകങ്ങളാണ്. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരം നേടിയ ഓറഞ്ച് തോട്ടത്തിലെ അതിഥി, കോഫി ഹൗസ്, റാം കെയർ ഓഫ് ആനന്ദി തുടങ്ങിയ നിരവധി പുസ്തകങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. വായന അപാജ്യമായ ഒരു അനുഭൂതിയാണ്. ഓരോ പുസ്തകങ്ങളും അനുഭൂതിയുടെ പുതിയ ലോകങ്ങളാണ് നമുക്ക് മുന്നിൽ തുറക്കുന്നത്. വായനയുടെ അനുഭവങ്ങളുടെ അത്തരമൊരു മായാലോകം തിരൂരുകാർക്കായി തുറന്നിരിക്കുകയാണ് തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. കേരളത്തിലെ ആദ്യത്തെ പൊതു ലൈബ്രറിയായി പ്രഖ്യാപിച്ച ലൈബ്രറി കൂടിയാണ് ഈ സ്കൂളിലെ ലൈബ്രറി. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ബഹുമാന്യനായ തിരൂർ MLA ഉറുക്കോൾ മൊയ്തീൻ ഈ ലൈബ്രറി പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. അതിന് പ്രധാന കാരണമായിട്ടുള്ളത് ഒട്ടേറെ വായനക്കാർ, പ്രത്യേകിച്ച് കുട്ടികൾ, ഈ സ്കൂളിനകത്തുള്ള കുട്ടികൾ വായനയിൽ നല്ല മികവ് പുലർത്തുന്ന കുട്ടികളായിട്ട് മാറ്റാൻ കഴിയും. ചരിത്രത്തിലാദ്യമായി ഒരു സ്കൂളിന്റെ ലൈബ്രറി ജനങ്ങൾക്ക് കൂടി അനുഭവ വേദ്യമാകുന്ന തരത്തിൽ പബ്ലിക് ലൈബ്രറിയാക്കി മാറ്റിയിരിക്കുകയാണ്. തിരൂരിൽ പൊതുജനങ്ങൾക്കായി ഒരു ലൈബ്രറി എന്ന ആശയമാണ് ഇതിനു പിന്നിൽ. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചിട്ടും വായനയോടുള്ള അടങ്ങാത്ത ആഗ്രഹം മൂലം സ്കൂളിൽ സൗജന്യ സേവനം നടത്തുന്ന റഹ്മാൻ മാഷാണ് ലൈബ്രറി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഏറെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ അന്വേഷിച്ചെത്തുന്നവർക്ക് അതെത്തിക്കാനും അദ്ദേഹം മറക്കാറില്ല. കൂടെ തന്നെ ലൈബ്രറിയുടെ ചുമതലയുമായി കല ടീച്ചറും കൂടെയുണ്ട്. ഒരുപാട് കുട്ടികൾ, മലയാളം മാത്രം പഠിച്ചു വരുന്ന കുട്ടികൾ ഇവിടെ വന്ന ശേഷം ധാരാളം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ച് അവർ ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യം നേടിയിട്ടുണ്ട്. മാത്രമല്ല ഒരു 800-900 കുട്ടികളോളം നിരന്തരമായി ഈ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കുന്നുണ്ട്. അവർ ഒരു ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു തരികയും അതനുസരിച്ച് അവർക്ക് ID കാർഡും ബുക്ക് മാർക്കും കൊടുത്ത് അവർ ലൈബ്രറിയിൽ അംഗങ്ങളാവുകയും ചെയ്യും. ഈ തെക്കുമുറി പ്രദേശത്തുള്ള എല്ലാവർക്കും ഈ ലൈബ്രറി പബ്ലിക് ലൈബ്രറി ആയതിനോട് വലിയ യോജിപ്പാണുള്ളത്. എല്ലാവരും നിരന്തരമായി സഹകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പബ്ലിക് ലൈബ്രറിയാണ്. ദാനം ചെയ്യപ്പെട്ട പുസ്തകങ്ങളടക്കം 10,000-കണക്കിന് പുസ്തകങ്ങളുമായി വായനയുടെ മായാലോകമാണ് പബ്ലിക് ലൈബ്രറി വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി തുറക്കുന്നത്. നോവൽ, ഫിക്ഷൻ, ത്രില്ലർ തുടങ്ങി ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 23,000-ലധികം പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ബോയ്സ് ഹൈസ്കൂളിൻ്റെത്. കഴിഞ്ഞ വർഷം മുതൽ ഇത് പബ്ലിക് ലൈബ്രറി എന്ന പേരിൽ ഉയർന്നിരിക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അതിനു മുമ്പ് ലൈവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറി എന്നാണ് ഇതിനെ എല്ലാവരും പറയാറുള്ളത്. ദേശീയ വായനാ ദിനത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികളാണ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. അവധിക്കാലത്ത് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച വിദ്യാർത്ഥികളെ വായനാ ദിനത്തിന്റെ ഭാഗമായി സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ അനുമോദിക്കും. ഈ ലൈബ്രറിയിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ഇംഗ്ലീഷ് ഇത്രയും മെച്ചപ്പെട്ടു തുടങ്ങിയത്. ഞാൻ UP വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചതിൽ ഒരാൾ ഞാനാണ്. ഈ വെക്കേഷനിൽ 100-ലധികം പുസ്തകങ്ങൾ വായിച്ചതിൽ എനിക്ക് അവാർഡും നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷാണ് ഞാൻ കൂടുതൽ വായിക്കുമെങ്കിലും മലയാളം ഞാൻ ഒഴിവാക്കാറില്ല. ജെറോണിമോ സ്റ്റെൽട്ടൺ, തിയ സ്റ്റെൽട്ടൺ, ഡോഗ് ഡയറീസ് എന്നിവയാണ് എനിക്ക് കൂടുതൽ വായിക്കാൻ ഇഷ്ടം. എൻ്റെ പേര് നിരഞ്ജൻ. ഞാൻ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ലൈബ്രറിയിൽ ജോയിൻ ചെയ്തത്. ഇവിടെ നിന്നും ഞാൻ പ്രധാനമായും ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് വായിച്ചിട്ടുള്ളത്. അവയിൽ പ്രധാനമായും ഹോറിഡ് ഹെൻറി, ജെറോനിമോ സ്റ്റിൽട്ടൺ ബുക്കുകളുമാണ് പ്രധാനമായും ഉള്ളത്.
ഈ പ്രാവശ്യത്തെ അവധിക്കാല വായനോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചതിൽ ഒരാൾ ഞാനാണ്. പിന്നെ കൂടാതെ ഞാൻ മലയാളത്തിലെ രാജാ ജോസ് എഴുതിയ ഓറഞ്ച് തോട്ടത്തിലെ അതിഥി എന്ന ബുക്കും ഷെർലക് ഹോംസ് പരമ്പരയിൽ ക്ലാസിക്കായി നിലകൊള്ളുന്ന ഭീതിയുടെ താഴ്വര എന്ന ബുക്കും ഞാൻ വായിച്ചു. എൻ്റെ വായനാ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു ഈ ലൈബ്രറി. വായനാ ദിനത്തോടനുബന്ധിച്ച് GBHSS തിരൂരിലെ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. എഴുത്തുകാരുമായിട്ടുള്ള അഭിമുഖം, മികച്ച വായനക്കാരെ കണ്ടെത്തി ആദരിക്കൽ തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളാണ് വായനാ ദിനത്തോടനുബന്ധിച്ച് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടികളിലേക്ക് കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കുക എന്നതായിരിക്കണം ഈ വായനാ ദിനത്തോടനുബന്ധിച്ച് നാം ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട കർത്തവ്യം എന്നുള്ളത്. ആധാർ കാർഡിന്റെ കോപ്പിയും ഒരു ഫോട്ടോയും ഉണ്ടെങ്കിൽ പൊതുജനങ്ങൾക്കും ലൈബ്രറിയിൽ സൗജന്യമായി അംഗത്വമെടുക്കാം. പൊതു അവധി ദിനങ്ങളിലും ലൈബ്രറിയുടെ പ്രവർത്തനം ഉണ്ടാകും. അറിവ് പകരാനും പുത്തൻ ആശയങ്ങൾ നേടാനും വായന തന്നെ വേണം. കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു വായനാ ദിനാശംസകൾ. ക്യാമറമാൻ ബിജു മാധവിനൊപ്പം സംഗീത, തിരൂർ.